മുറിച്ച് കാണിച്ചു തരും. അത് ആ രീതിക്കായല്ലേ. മരം വെട്ടുന്ന കത്തിയാണിത്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇരുമ്പിലെ വെട്ടി കാണിച്ചു തരും. ഇതാണ് ഇതിന്റെ ഗ്യാരണ്ടി. വെള്ളപ്പം കത്തിയുള്ള കത്തി ക്വാളിറ്റി ഇതാ. നൈസിൽ കട്ട് ചെയ്യാം, അത്രയും മൂർച്ചയാണ് ഈ കത്തിയുടെ ഗുണം. ഇത് നമുക്ക് ലൈഫ് ടൈം വാറണ്ടി നിൽക്കുമല്ലോ. ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയാലും ഈ സാധനം പോവില്ല. അരകല്ലിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഇഷ്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തേച്ചാൽ മാത്രം മതി. ഈ ചേട്ടത്തിൻ്റെ മൂർച്ച ഒന്ന് നോക്കി, വെറുതെ കൈ കൊണ്ട് നോക്കൂ. കമ്മി ഒരു ലെവലുള്ളൂ, കണ്ടോളൂ കേട്ടോ. കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ മാക്സിമം നമ്മളെ ചാനൽ വഴി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ അവരെ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനം നമുക്ക് പുറം രാജ്യത്തിൽ കൊടുത്തിട്ടുള്ളൊരു പേര്. അതെ അതെ, ആ പേര് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ പാലക്കാടൻ കത്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് കേരളം ഒന്നല്ല, വേൾഡ് വൈഡ് ഫേമസ് ആണ്. അതെ അതെ. അപ്പോൾ നമ്മൾ പാലക്കാടൻ കത്തികളുടെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വെള്ളപ്പം കത്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഫേമസ് ആയ ഒരു കത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താവോ ചേട്ടാ? ആദ്യം ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്നാണ്. വെള്ളപ്പം കത്തികളുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് തലമുറയാണ്. അച്ഛൻ, മുത്തച്ഛൻ, അച്ഛൻ, ചേട്ടൻ, അനിയൻ. അങ്ങനെ ഞങ്ങൾ 3 തലമുറയാണ് ഞങ്ങൾ ഇത് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് മെഷീനിലല്ല, മുഴുവൻ നമ്മൾ കൈകൊണ്ടുള്ള പരിപാടി മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഓർഡർ സാധനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നത് ഒരു 4 ദിവസം 5 ദിവസം ഗ്യാപ്പ് നമുക്ക് തരണം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മോഡൽ നമ്മൾ ചെയ്തു തരും. അതിന് മുന്നേ നമുക്ക് വെള്ളപ്പം കത്തികൾ സ്ഥലം ഒന്ന് ലൊക്കേഷൻ കറക്റ്റ് പറയാം. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല ആലത്തൂർ. പാലക്കാട് ജില്ല ആലത്തൂർ, വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി പഞ്ചായത്ത്, പുന്നപ്പാടം എന്ന് പറയുന്ന സ്ഥലം. കറക്റ്റായിട്ട് പറഞ്ഞാൽ പുന്നപ്പാടം. ഇത് അതായത് ഇപ്പോൾ മെഷീനിൽ ചെയ്യുന്നുണ്ട് കത്തികൾ, നിങ്ങളെല്ലാവരും കൈകൊണ്ട് അതായത് അങ്ങനെ ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെഷീനിൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ചൂട് വന്നിട്ട് ഈ കത്തിക്ക് മൂർച്ച ആദ്യം കിട്ടില്ല. ഇത് നമ്മൾ കയ്യിൽ ചെയ്യുന്ന പറയുമ്പോൾ ഫുൾ ട്രെയിൽ വരില്ല, നമ്മൾ അടിക്കുന്ന ഭാഗം മാത്രമേ ചൂട് വരുള്ളൂ. എന്ന് കഴിഞ്ഞാൽ വായ്പ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് നമ്മൾ വെക്കില്ല, ഇത് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്യും. എന്നിട്ട് ഈ ഭാഗം മാത്രമേ നമ്മൾ അടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ടെമ്പറിങ്, അതായത് വണ്ടിയുടെ പ്ലേറ്റിൽ ടെമ്പറിങ് കറക്റ്റ് അതേമാതിരി നിൽക്കും. അതാണ് ഈ മെഷീൻ കൊണ്ടുണ്ടാക്കുന്നതും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതും വ്യത്യാസം. മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കട്ട് ചെയ്ത് ഓരോ പീസ് കട്ട് ചെയ്ത് ഫുൾ ഹീറ്റ് കൊടുത്ത് എന്നിട്ട് അടിക്കുന്നതാണ് മെഷീൻ മെയ്ഡ്. നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ കൈകൊണ്ട് കാരണവന്മാരായിട്ട് ചെയ്തു വരുന്ന ഒരു സ്ഥാപനമാണ് വീട്ടിൽ ചെയ്യുന്നത്. അതായത് ഈ പാലക്കാടുള്ള കത്തികൾ ഒട്ടുമുക്കാലും ഫേമസ് ആവാൻ കാരണം ഇതാണ്. അതായത് ഇതിന്റെ നിലനിൽപ്പ് തലമുറകളോളം ഒരു കത്തി വാങ്ങി നിന്ന് പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ പാലക്കാടൻ കത്തികൾ ഇമാതിരി ഫേമസ് ആയിട്ടുള്ളത് അല്ലേ? ഇവിടെ നമ്മൾ വണ്ടിയുടെ പ്ലേറ്റ് ആണ് കൂടുതൽ ചെയ്യുന്നത്. വണ്ടിയുടെ പ്ലേറ്റ് ആണ് ഫുള്ള് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓയിൽ ടെമ്പറിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പച്ചവെള്ളത്തിൽ ചെയ്യുന്നില്ല. പച്ചവെള്ളത്തിൽ ചെയ്യുന്നത് അത് വേറെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ആവശ്യപ്പെടുന്നവർക്ക് അത് കൊടുക്കും. അത് ഇടയ്ക്കിടയ്ക്ക് കാച്ചിക്കണം. ഈ ഓയിൽ ടെമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാച്ചിക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ കാച്ചിക്കേണ്ട ആവശ്യമില്ല. ഇത് തേക്കും തോറും അതിന്റെ ടെമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ടെമ്പറിംഗ് തുടങ്ങുക. ഈ തരം തൊട്ട് ഇതുവരെ ടെമ്പറിംഗ് തുടങ്ങും. ഇവിടെ നിന്ന് തൊട്ട് ഇതുവരെ ടെമ്പറിംഗ് ആണ്. നമ്മുടെ ലീഫിൽ സാധാ പച്ചവെള്ളത്തിൽ ചെയ്യുന്നത് ഇതാണ് ടെമ്പറിംഗ്. കണ്ടോ? ഇതേ ടെമ്പറിംഗ് വരുള്ളൂ. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് വീണ്ടും ചെയ്യണം. പണ്ട് കാലം വരെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഓയിലാണ് ചെയ്യുന്നത്. ഓയിൽ ടെമ്പറിംഗ് ആണ്. നമുക്കിപ്പോൾ ഈ ഓയിൽ ടെമ്പറിംഗ് ആയിരുന്നാലും വാട്ടർ ടെമ്പറിംഗ് ആയിരുന്നാലും സാധാരണ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓയിൽ ടെമ്പർ ചെയ്യുന്നത് കാര്യങ്ങളെന്നൊന്ന്. ഓയിൽ ടെമ്പറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാം. ഓയിൽ ടെമ്പറിംഗ് ചെയ്യുന്ന ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. നമ്മൾ പാലക്കാടൻ കത്തി എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാം ഇരുമ്പിനെ മുറിക്കുന്ന കത്തികളാണ്. ഇരുമ്പിനെ വരെ വെട്ടി മുറിക്കാൻ കഴിയുന്ന കത്തികളാണ്. നമുക്ക് അതിൻ്റെ എല്ലാ ക്വാളിറ്റികളും ഇതിൻ്റെ എല്ലാം വിലകളും എല്ലാം ഒന്ന് പറഞ്ഞു തരാം. പറയാം. നമുക്ക് ഇന്ന് നേരെ അകത്തേക്ക് പോയാലോ? ഇത് എൻ്റെ മൂത്ത ചേട്ടനാണ്. ഇതാണ് മൂത്ത ചേട്ടൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങള് എൻ്റെ മുത്തച്ഛൻ, അച്ഛൻ, ചേട്ടൻ, ഞാൻ 3ാമത്തെ തലമുറയാണ്. പരമ്പരമായി ഞങ്ങൾ കൊല്ലന്മാര് തന്നെയാണ്. ഞങ്ങളുടെ വർക്ക് ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് വേറെ ജോലിയില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മളിവിടെ കത്തികൾ കാണിക്കുന്നു. കത്തികൾ നമുക്ക് ഡെലിവറി ഉണ്ടോ? നമ്മൾ ഓൾ ഇന്ത്യ ഫുൾ
നമ്മൾ കൊറിയയിൽ അയക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ അയക്കുന്നു. ഓൾ ഇന്ത്യ അയക്കുന്നുണ്ട്. അതിപ്പോ ഏത് കത്തി ആയിരുന്നാലും ഏത് കത്തി വേണമെങ്കിൽ നമുക്ക് അയക്കാം. ഓവർ നീളമുള്ള കത്തികൾ മാത്രം അയക്കാൻ കഴിയില്ല. ഒരുപാട് നീളം എന്നാലും നമ്മൾ പരമാവധി അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വെച്ചാൽ ഞങ്ങൾ കൊല്ലന്മാരാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ലൈസൻസ് ഉണ്ട്. എനിക്ക് ലൈസൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾക്ക് ഇതിനൊരു എവിടേക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് അയക്കാം. തൊഴിലായതുകൊണ്ട് തൊഴിലായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്ന കത്തികൾ ഇപ്പോൾ ഒരു പീസ് ആയിരുന്നാലും നമുക്ക് കേരളത്തിൽ ഇവിടെ വേണോ ഡെലിവറി ചെയ്ത് കൊടുക്കാം? ചെയ്യാം. ഒരു ചെറിയ പീസ് പോലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അയച്ചാൽ 5 സെന്റിമീറ്റർ കത്തി തൊട്ട് നമ്മൾ എന്താണ് 24 ഇഞ്ച് വരെയുള്ള കത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്, വണ്ടിയുടെ പ്ലേറ്റ് കൊണ്ടാണ് അടിച്ചുണ്ടാക്കുന്നത്. പിയർ ഉരുക്കാണ്, വണ്ടിയുടെ പ്ലേറ്റ് ആണ്. ഈ വണ്ടിയുടെ പ്ലേറ്റ് എന്തിനാണ്? അതായത് വേറെ നമുക്ക് ഇരുമ്പ് കിട്ടാണ്ടല്ലോ. വേറെ ഇരുമ്പ് എന്ന് വെച്ചാൽ പച്ചിരുമ്പാണ് കിട്ടുക. പച്ചിരുമ്പ് കിട്ടും. ഇതാകുമ്പോഴത്തേക്ക് ഉരുക്കാണ്. ഇതാണ് ഉരുക്കാണ്. ഇതുകൊണ്ട് നമ്മൾക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കത്തിയുടെ ഗുണം ഒരു 20-25 വർഷം നോക്കുക വേണ്ട. അതാണ് ഇതിന്റെ ഗുണം. 25 വർഷം നോക്കുക വേണ്ട. അത് വെച്ചാൽ നമ്മളെ പാരമ്പര്യമായി നമ്മളെ കാരന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് വണ്ടിയുടെ ലീഫ് കൊണ്ട് എന്തും സാധനം ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പച്ചിരുമ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. പച്ചിരുമ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നെഗറ്റീവ് എന്താണ്? പച്ചിരുമ്പ് കൊണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തമിഴ്നാടാണ് കൂടുതൽ അത് ചെയ്യുക. നമ്മുടെ കേരളത്തേക്ക് ഉരുക്കാണ് ഉപയോഗിക്കുക. അത് വെച്ചാൽ ഇത് മുക്കാൻ ആദ്യം അറിയണം. ഇത് ടെമ്പറിങ് അറിയണം. ഇത് ടെമ്പറിങ് ശരിയല്ലാതെ ടെമ്പറിങ് ചെയ്താൽ ഈ സാധനം പൊട്ടിപ്പോവും. അതായത് നമ്മള് വണ്ടിയുടെ ലീഫില് ടെമ്പറിങ് ശരിയല്ലെങ്കിൽ പൊട്ടിപ്പോവും. അത് ഉരുക്കാണ്. പക്ഷെ കറക്റ്റ് ടെമ്പറിങ് കറക്റ്റ് ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഓയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്കൊരു 20-25 വർഷം വരെ നമുക്ക് വേറെ നോക്കണ്ട, വേറെ കത്തി നോക്കണ്ട. അതെ, നമ്മളിപ്പോ ഈ ലീഫിലല്ലാതെ അരത്തില് കത്തികളും ചെയ്യുന്നുണ്ടല്ലേ? അരത്തില് കത്തികളും ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് മറ്റേ അരത്തില് കത്തികൾ ചെയ്യുന്നുണ്ട്. ചിലർ അരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഫയൽ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ ചിലർക്ക് ഫയൽ എന്ന് പറഞ്ഞാൽ അറിയില്ല, അരെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ഈ ഫയലിലെ കത്തികളാണ് കൂടുതൽ കാലം നിൽക്കുന്നത്. അതെ. അത് ഫയലിലെ കത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ തൊലിയിൽ ഇങ്ങനെ മുട്ടിയാൽ മതി. അപ്പൊ ബ്ലഡ് വരും. ഇത്രയും മൂർച്ചയാണ് അതിന്റെ കത്തികൾ ഒരുപാടുണ്ട്. ഞാൻ കാണിച്ചു. ഇതാണ് ഫയലിലടിച്ച കത്തികൾ പറഞ്ഞ അരത്തിന്റെ. അത് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പം കത്തികളുടെ ക്വാളിറ്റി ഇതാ. നൈസിൽ കട്ട് ചെയ്യാം. അത്രയും മൂർച്ചയാണ് ഈ കത്തിയുടെ ഗുണം. നമുക്ക് പേപ്പർ വരെ പേപ്പർ വരെ കട്ട് ചെയ്യാം. അടുത്ത് ഇരുമ്പിൽ വെട്ടി കാണിച്ചു തരുന്ന ബാക്കത്തി ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-25 വർഷം നിങ്ങൾ നോക്കേ വേണ്ട ഈ ഒരു കത്തി ഉണ്ടെങ്കിൽ. അത്രയും നല്ല ക്വാളിറ്റിയാണ് ഈ കത്തിയുടെ. ഇത് വെറും ബ്ലേഡിൽ ഉപയോഗിക്കുന്നതാണ്. ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മില്ലിലെ അർക്കവാളിന്റെ സോമില്ലിൽ ഉപയോഗിക്കുന്ന അർക്കവാളിന്റെ ബ്ലേഡാണ് ഇത്. ഇതും ഇതാ പച്ചക്കറികൾ അരിയാനും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കായ്കറികളൊക്കെ അരിയാനുള്ളതാണ് ഇത്. ഇങ്ങനെ ബ്ലേഡ് പോലെ ഇത് ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ മൂർച്ച. മരം വെട്ടുന്ന കത്തിയാണിത്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇരുമ്പിലെ വെട്ടി കാണിച്ചു തരും. ഇരുമ്പിൽ വെട്ടി കാണിച്ചു തരും. ഇനി അടുത്ത് കാണിക്കാൻ പോണത് അത് നമ്മളിപ്പോ കാണിച്ച കത്തി എന്ന് പറയുന്നത് ലീഫിലെ കത്തിയാണ്. ഓയിൽ ചെയ്തത്, ഓയിൽ ടെമ്പർ. ഇത് പച്ചവെള്ളത്തിൽ ചെയ്ത ഓയിൽ ടെമ്പർ അല്ല. ഇത് ഓയിൽ ടെമ്പർ അല്ല. ഇതും കാണിച്ചു തരാം. നോയിക്കോളും. മുറിച്ച് കാണിച്ചു തരും. ഇരുമ്പിൽ വെട്ടി മുറിച്ച് കാണിച്ചു തരും. ഇതിന്റെ വായത്തല നോയിക്കോളും. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് നോയിക്കോളും. ഇതേപോലെ വെട്ടി മുറിക്കും. വെറുതെ പറയുന്നതല്ല. ഇതാണ് ഇതിന്റെ ഗ്യാരണ്ടി. അതായത് ഇതിൽ കൂടുതൽ ഒരു ഗ്യാരണ്ടിയുടെ ആവശ്യമില്ല. ഇരുമ്പ് എന്തായാലും ആരും വെട്ടിമുറിക്കാനായിട്ട് നമ്മൾ വെട്ടുകത്തിൽ വാങ്ങാറില്ല. അതന്നെ ഇരുമ്പ് മുറിക്കല്ല. മരത്തിലാണെങ്കിൽ പോലും ഏത് മരമോ എത്ര വർഷത്തിലെ മരമാണെങ്കിലും നമ്മളിതാ ഉണക്കമരമാണ് മുറിച്ച് കാണിക്കുന്നത്. അത്രയും നല്ല ഗ്യാരണ്ടിയാണ് നമ്മൾ ഇതിന് തരുന്നത്. എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കൊറിയയിൽ അയക്കുന്നതാണ്. കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റും. ഏത് ഓൾ ഇന്ത്യ കൊറിയയിൽ നമ്മൾ അയക്കുന്നതാണ്. അയച്ചു കൊടുക്കും. ഇപ്പൊ ചേട്ടന്റെ കയ്യിരിക്കുന്ന കത്തിക്ക് എത്ര പ്രൈസ് വരും? ഇതിന് 1500 വരുന്നുണ്ട്. 1500 ആണ് വരുന്നത്. ഓയിൽ ടെമ്പർ ആണ്. വാട്ടർ ടെമ്പർ ആകുമ്പോൾ നമുക്കൊരു 1300-1200 കൊടുക്കാൻ കഴിയും. 1300. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കാച്ചിക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ടെമ്പർ ആകുമ്പോൾ വാട്ടർ ടെമ്പർ ആകുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാച്ചിക്കണം. ഇടയ്ക്ക് കൊണ്ടുപോയി. അപ്പൊ ഇപ്പൊ ഈ പുറ രാജ്യങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളമാരിലുള്ള കൊല്ലന്മാര് കാച്ചിക്കാനോ അത് പണിയാനോ ആളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഓയിൽ ടെമ്പർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കാച്ചിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഗ്യാരണ്ടിയാണ് ഇത് നമ്മൾ തരുന്നത്. ഇത് പൂജാരിമാർക്ക് അമ്പലത്തിൽ ഉപയോഗിക്കുന്ന മടക്ക് കത്തികളാണ്. പൂജാരിമാർ ഉപയോഗിക്കുന്ന മടക്ക് കത്തികളാണ്. അത് നമ്മുടെ ഉദ്രാക്ഷത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. രുദ്രാക്ഷത്തിൽ പണിത മടക്ക് കത്തികൾ. ഉദ്രാക്ഷത്തിൽ. മടക്ക് കത്തിയൊക്കെ നമുക്ക് പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്?
മടക്കത്തിയിൽ ഇത് 4500 വരുന്നുണ്ട്. 4000. അതെന്തുകൊണ്ടാണ് ഈ മടക്കത്തിക്ക് ഈ പ്രൈസ് വരുന്നത്? അത് വെച്ച് കഴിഞ്ഞാൽ ഇത് പണിയാൻ ആരും ഇല്ല ഇപ്പോൾ. ഇതിപ്പോൾ നമ്മളൊരു കാരണവരെ പണിത് തരുന്നത്, ആൾക്കും വയ്യാതായി. അപ്പോൾ ഇത് പണിയാൻ നമുക്ക് ആരും ഇല്ല. പണ്ടായിരുന്നു ഇത് പണിതുകൊണ്ടിരുന്നത്, അന്നൊക്കെ പണിയാൻ. ഇന്ന് ആളില്ല ഇതിന് പണിയാൻ. നമുക്കിത് അതിനുള്ള പണി വരുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉദ്രാക്ഷത്തിന്റെ ഇതും ഈ പിച്ചളയുടെ ചെലവും ഇത് ലീഫിലാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത്. ലീഫാണ്. ചിലവർ പച്ചിരുമ്പിൽ ചെയ്യുന്നുണ്ട്, അത് നമുക്കറിയില്ല. സാധാ ഒരു പച്ചിരുമ്പിലാകുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും. പ്രൈസ് നമുക്കത് ഞങ്ങൾ ചെയ്യില്ല, നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതെച്ചാൽ ഞങ്ങൾക്ക് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതെച്ചാൽ നമ്മൾ കൊറിയയിൽ ഒരുപാട് ലോകത്തേക്ക് അയക്കണമായതുകൊണ്ട് നമ്മൾക്കത് മോശമായി കഴിഞ്ഞാൽ, ഒരാൾ മോശം പറഞ്ഞാൽ വെള്ളപ്പം കത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഫേമസ് ആണ്, അതിന്റെ പേര് പോവാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യില്ല. ചെയ്യുന്നവരുണ്ട്, നമ്മൾ അത് ചെയ്യുന്നില്ല. നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞാൽ കൊടുക്കുള്ളൂ. അതേമാതിരി ആനക്കാരന്റെ കത്തിയാണ്. ആനക്കാരൻ ഉപയോഗിക്കുന്നതാണ് ഈ കത്തി. അതിന് എത്ര വില വരും? ഇത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ 4,500 രൂപ വില വരുന്നുണ്ട്. 4,500. പിന്നെ നമ്മൾ സാധാപ്പെട്ടവർക്കാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ലൈഫ് ടൈം വാറന്റി നിൽക്കുമല്ലോ? ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയാലും ഈ സാധനം പോവില്ല. അതാണ് ഇതിന്റെ ഗ്യാരണ്ടി. പാലക്കാടൻ കത്തികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതെ. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഈ തലമുറയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആനക്കത്തിയാണ്. അല്ലോ, ആനക്കത്തിയാണ്. ഇത് പലവരും പല റേറ്റിന് വിൽക്കുന്നുണ്ട്. ഇത് ഈ പന വെട്ടാനോ അങ്ങനെയുള്ള കാര്യം, പന വെട്ടാൻ, അതിന്റെ മടലും എല്ലാം എന്ത് വേണം. ആനക്കാർക്ക് ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ പറ്റാനും അതിനെ തൂക്കിയിടാവുന്നുള്ള ഇതും ആണ് ചെയ്തിരിക്കുന്നത്. അവരാണ് കൂടുതൽ മേടിക്കുന്നത്. പിന്നെ വീട്ടുകാരും സാധാ വീട്ടുകാരും മേടിക്കുന്നുണ്ട്. ഇത് വെട്ടുകത്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം, എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം. പിച്ചള കെട്ടിയിട്ടാണ്. ഈ പിച്ചളയ്ക്കാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പൈസ. പിന്നെ ഓയിലാണ് നമ്മൾ ചെയ്യുന്നത്, ഓയിൽ ടെമ്പറിംഗ് ആണ് ചെയ്യുന്നത്. നമ്മുടെ അത് മാത്രമല്ല, നമ്മുടെ നാടൻ പണിയാണ് ഏറ്റവും കൂടുതലും. നാടൻ പണി വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കും, ഡിസൈൻ പണി വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കും. പിന്നെ തോട്ടങ്ങൾക്കുള്ള വിസരുവാള് മറ്റുള്ള എത്ര എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതിന് എങ്ങനെ പ്രൈസ് വരും ചേട്ടാ? ഈ ആനക്കത്തിക്ക് 4,500 വരുന്നുണ്ട്. 4,500 വില വരുന്നുണ്ട്. 4,500 രൂപ വില വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ മോഡലാണ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ തരുന്ന മോഡൽ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്തു കൊടുക്കാം. അവർ തരുന്ന മോഡൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അവർ തരുന്ന മോഡൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് നമ്മുടെ പണി. ഞങ്ങൾക്ക് പല ഡിസൈനും അറിയും. ഞങ്ങൾ ആദ്യമായിട്ട് ഇരിക്കുന്നതല്ല, ഞങ്ങൾ തലമുറ കഴിഞ്ഞാണ്. എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക്. ഏത് രീതിയിൽ വേണോ ഏത് സാധനം വേണമെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. മീൻ കത്തിയാണ്. മീൻ വെട്ടുന്ന കത്തി അല്ലേ? ഇത് വീട്ടിലാണെങ്കിൽ ഉപയോഗിക്കാം, കടകൾക്കും ഏറ്റവും കൂടുതൽ പോകണമാണിത്. മീൻ വെട്ടുന്നത് അതെന്ന് വെച്ചാൽ മീൻ ചിറക് വെട്ടാം, കട്ട് ചെയ്യാം. അത് വെച്ചാൽ വെറുതെ വരഞ്ഞാൽ മതി, കയ്യിൽ വെച്ചാൽ കട്ടാവും. അത്രയും ഷാർപ്പാണ് ഇതിന്. ഇത് ഓയിൽ ടെമ്പർ ആണല്ലോ? ഇതെല്ലാം ഓയിൽ ടെമ്പറിങ്. മറ്റേ വാട്ടർ ടെമ്പറിങ് ചെയ്യുന്നത് അത്യാവശ്യം നമ്മുടെ നാടൻ പണി മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. വാട്ടർ ടെമ്പറിങ് അത് ഇവിടെ പറഞ്ഞാൽ മാത്രമേ വാട്ടർ ടെമ്പറിങ് ചെയ്തു കൊടുക്കുള്ളൂ. നമ്മൾ പുറത്തേക്ക് മുഴുവൻ അയക്കുന്ന ഓയിൽ ടെമ്പറിങ് മാത്രമേ കൂടുതൽ. എല്ലാം ഓയിൽ ടെമ്പറിങ് ആയിരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് അവർക്ക് അവിടെ ഇതുപോലെ ചെയ്തു കൊടുക്കാൻ ആളില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ടെമ്പറിങ് ചെയ്തു കൊടുക്കുന്നത്. ഈ കത്തി ഇപ്പോൾ എത്ര കിലോ വെയിറ്റ് വരും? 700 ഗ്രാം 600 ഗ്രാം വെയിറ്റ് ഉള്ളൂ. ഇത് 500 ഗ്രാം ഉണ്ടാവുള്ളൂ. നല്ല ബ്ലേഡുമാരി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇറച്ചി വെട്ടാനും കാര്യങ്ങളും. ഇപ്പൊ ചേട്ടൻ്റെ കയ്യിരിക്കുന്ന കത്തിക്ക് എത്ര പ്രൈസ് വരും? ഇതിന് 1,200 വരും. 1,200 വരും. അടുത്ത കത്തി ഒന്ന് നോക്കാമല്ലോ കേട്ടോ. ഇതും അതേപോലെ മീൻ തന്നെ, പക്ഷെ ഇത് വെയിറ്റ് കൂടുതലാണ്. കനം കൂടുതലാണ്. കണ്ടോ ഇതിന്റെ തരം കണ്ടോ? ഇതിന്റെ തരം ഇത് വാളുമായിരിക്കും. ഇതിന്റെ തരം കണ്ടോ? ഇതാണ് ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി. ഇത് നമുക്ക് ഇറച്ചിയല്ല, മീൻ തന്നെ. മീനൊക്കെ കട്ട് ചെയ്യാൻ അതിന്റെ മുള്ളു, വലിയ കനമുള്ള മുള്ളൊക്കെ അല്ലേ, അതൊക്കെ കട്ട് ചെയ്യാൻ. ഇനി അഥവാ ഇറച്ചി കട്ട് ചെയ്യണമെങ്കിലും ഇതിനൊരു കുഴപ്പം വരില്ല. ഇത് നമുക്ക് എത്ര വർഷം വരെ ഈ കത്തികൾ? ഇത് ഒരു 20-25 വർഷം മേലെ നമുക്ക് ഉപയോഗിക്കാം. തേച്ചെടുത്താൽ മതിയല്ലോ? തേച്ചെടുത്താൽ മാത്രം മതി. പൊടിയിട്ട് തേക്കുക. ഒരിക്കലും കരിങ്കല്ലിൽ ഉരക്കരുത്. കരിങ്കല്ലിൽ ഇത് ഉരയ്ക്കാൻ നമ്മൾ പല വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ അതായത് ഇപ്പൊ ഇത് കത്തി തേക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാമോ? നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഇത് വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് കത്തി തേക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാമല്ലോ. ഓക്കെ ഏട്ടാ, അടുത്തൊന്ന് നോക്കട്ടെ. ഇപ്പൊ നമ്മൾ അത് കാണിച്ച് കത്തിയുടെ പ്രൈസ് എത്ര ഏട്ടാ പറഞ്ഞേ? ഇത് 1,500 വരും. 1,500 വരും. ഇത് അതുപോലെ പണിയുണ്ട്, കനം കൂടുതലാണ്. അതുപോലെ നമ്മൾ ഈട്ടിപ്പിടിയിലാണ് ചെയ്യുന്നത്. എല്ലാ കത്തികളും നമ്മൾ ഈട്ടിപ്പിടിയിലാണ് ചെയ്യുന്നത്. മടക്കത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 മോഡലാണ് എൻ്റെ കയ്യിലുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ളത് ഡിസൈൻ ഇതിലൊരു പൂവൊക്കെ വെച്ച് ഇവിടുന്ന് ഡിസൈൻ ചെയ്തത് പണി കഴിഞ്ഞിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മടക്കത്തികളായിരുന്നാലും നമുക്ക് ഏകദേശം അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അടുത്ത പിന്നെ പണ്ടത്തെ കട്ടാര കത്തി എന്ന് പറയും. കടാരയല്ല, കടാര പറയുന്നത് ഇതാണ്.
അതാണ് കടാര. ഓക്കെ. ഇതാണ് കടാര. ഇതിലിപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന കടാര ചിലവർ ഇത് കടാരയാണ്. ഇത് ഇതേ ലെവലിൽ ചെയ്യും. ഇതിപ്പോൾ ഞാനൊരു ഡിസൈനിൽ ഇതേ കട്ട ഇവിടെ വെച്ച് ബാക്കിൽ വെച്ച് ഇതൊരു ചെറിയ പിടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ 2 ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫയലിൽ ചെയ്താണ് ഇത്. ഇതാ ലീഫ് ചെയ്ത കടാര. ഫയൽ ഇതാ നമ്മൾ ആയിരത്തി ചെയ്തു പക്ഷെ ഇത് മൂർച്ച പോകില്ല. ഇത് അതും മൂർച്ച പോകില്ല. ഇത് നമുക്ക് തലമുറ നിൽക്കണം. 10-30 അല്ല, നമ്മുടെ എൻ്റെ അച്ഛൻ മരിച്ചിട്ടൊക്കെ ഇപ്പോൾ ഒരു 10-30 വർഷമായിട്ടുണ്ടാവും. ആള് ചെയ്തു വെച്ച കത്തി ഇപ്പോഴും ഉണ്ട്. അതെന്ന് പണ്ട് ചെയ്തു വെച്ച. അതാണ് ഇവിടുത്തെ കത്തികളുടെ പ്രത്യേകത. ഏറ്റവും വലിയ പ്രത്യേകത അതായിട്ടാണ് പറയുന്നത്. അതെ. അതാണ് നമ്മളിവിടെ അരത്തിൽ ചെയ്ത ആ കത്തിക്ക് കടാരക്ക് എത്രയാവും? ഇത് 5000 രൂപ വരും. പിച്ചള പിടിയാണ് ഇത്. പിച്ചള പിടിയ മുഴുവൻ പിച്ചള കെട്ടാണ്. പിന്നെ താഴെ പിച്ചള ചിറ്റാ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഇനിയും വേറെ ഡിസൈൻ വേണമെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കാം. ഇപ്പൊ നമ്മളിതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു ഇതാണ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന്റെ പണ്ടത്തെ കാലത്തുമാരുള്ള അച്ചൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ ഞങ്ങളുടെ ഇതിൽ നമ്മൾ ഇപ്പൊ കാണുന്ന ഇതിൽ ലെവലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പാലക്കാട് മോഡലാണ്. പാലക്കാട് മോഡൽ വെട്ടുകത്തിയാണ്. പാലക്കാട് മോഡലാണ്. നാടനിൽ വേറെയുണ്ട്. ഇത് എത്ര വരും പ്രൈസ്? ഇത് 1000 രൂപ വരുള്ളൂ. ഓയിൽ ടെമ്പറാണ് ഓയിൽ ടെമ്പറിങ് ഇതേപോലെ നമുക്ക് ഇരുമ്പ് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. നമുക്ക് ഏത് കത്തി വേണോ നമ്മൾ ഇരുമ്പ് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും അല്ലേ? ഇരുമ്പ് കട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് കാണിച്ചാലോ? ആൾക്കാർ പറയില്ലേ നമ്മൾ ഇത് ചുമ്മാ പറയുന്നതാണെന്ന്? കാണിക്കാം. അതിന് ഭാഗത്തിലേക്ക് ഒന്നും പറ്റിയിട്ടില്ല അല്ലേ? അതെ. നമ്മളിവിടെ കാണിക്കുന്ന ഏത് കത്തി കൊണ്ട് വേണം? ഓയിൽ ടെമ്പർ ചെയ്ത ഏത് കത്തിക്ക് വേണം? ഓയിൽ ടെമ്പർ ചെയ്ത ഏത് കത്തി കൊണ്ട് വെട്ടി കാണിക്കാം. ഞാൻ വാട്ടർ ടെമ്പറിംഗിൽ മാത്രം കാണിക്കാൻ പറ്റില്ല. അതാണ് ഓയിൽ ടെമ്പറിംഗും വാട്ടർ ടെമ്പറിംഗും വ്യത്യാസം. അതിനാണ് ഇതിന് ആയുസ് കൂടുതലാണ്. 10-25 വർഷം 30 വർഷം നോക്കണ്ട. ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ മാർക്കറ്റിലോ കടകളിലോ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് വെട്ടുകത്തിൽ കിട്ടാണ്ട് 600, 700, 500, അതൊക്കെ 300, 200 അതെ ആ റേഞ്ചിൽ കത്തികൾ കിട്ടാറുണ്ട്. അതാണ് നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ വരുന്ന കമന്റുകളും. അതായത് നമ്മളിവിടെ ഇത് 300 രൂപയുള്ളൂ 400 രൂപയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആ സാധനം ഇതുപോലെ ഒന്ന് വെട്ടിക്കാണിക്കണം. അത് പറ്റില്ല. അതുപോലെ അത് നിങ്ങൾ പറയുന്ന ഈ 25 കൊല്ലം എന്തായാലും നിൽക്കില്ല. നമ്മൾ സാധാരണ ഉപയോഗിച്ചിട്ടുള്ളതാണല്ലോ, നമ്മുടെ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്നത്. ആ സാധനം ഇതുപോലെ ഒന്ന് വെട്ടിക്കാണിക്കണം. അതെ, പറ്റില്ല. ഈ പറയുന്ന ആൾക്കാർ അങ്ങനെ വെട്ടി കാണിച്ചു തരണം. അതെ, നമ്മുടെ പാലക്കാട് കത്തി എന്ന് പറഞ്ഞതാണ്. അതെ, ഇവിടുത്തെ ഏറ്റവും വലിയ മെയിനും ഏകദേശം കൊല്ലന്മാരുടെ ഒരു സ്ഥലം തന്നെയാണ്, കുറച്ച് സ്ഥലം. അപ്പോൾ അവർ ചെയ്യുന്ന പരമ്പരാഗതമായി അവർ ചെയ്യുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി എന്തായാലും മറ്റത് കിട്ടില്ല. അത് ഒരു വ്യത്യാസം കൂടി ഉണ്ടായില്ലേ. ഇപ്പോൾ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് കടയിൽ കിട്ടുന്ന സാധനങ്ങൾ അവിടെ 200 കിട്ടുള്ളൂ, 300 കിട്ടുള്ളൂ, 500 കിട്ടുള്ളൂ പറയുന്നത്. ആ സാധനം അടിക്കുന്നത് മെഷീനിൽ അടിച്ചു വരുന്ന സാധനമാണ്. അവർക്ക് 1 മണിക്കൂറിനുള്ളിൽ 20-25 അടിക്കും. ഞങ്ങളിത് ആകെ ചെയ്യുന്നത് ഒരെണ്ണം അടിച്ച് ഉച്ചയാവും, ഒരെണ്ണം പിടിയിട്ടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ ഒരു കൂലിക്കാശേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ ഒരെണ്ണം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് കൂടുതൽ നമുക്കിത് അടിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ബെൻഡും ഇതൊക്കെ അടിച്ച് വരുമ്പോൾ പണിയില്ല. എന്ന് വെച്ചാൽ ഈ ലീഫിൽ നിന്ന് ലീഫ് എടുക്കട്ടെ, ലീഫ് അതാ ചാരി വെക്കുന്നു പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഡിസൈൻ വെച്ച് കട്ട് ചെയ്യണം. അതേ ഷേപ്പ് വെച്ച് കട്ട് ചെയ്യും. ഇത് ഞങ്ങൾ ചൂടാക്കുന്ന ഈ സൈഡ് മാത്രമേ ചൂടാക്കുള്ളൂ, ഈ വായ്ത്തല മാത്രമേ അടിക്കുള്ളൂ. ഇവിടെ ചൂടാക്കി ഇതിന്റെ ഈ ഇരുമ്പിന്റെ പാഴപ്പെടുത്തി കേട് വരുത്തില്ല. ഇത് വെറുതെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മാത്രമേ വിടുള്ളൂ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പീസ് കട്ട് ചെയ്ത് തീയിൽ കയറ്റിയിട്ട് മൊത്തം ഹീറ്റാണ്. ഇത് മൊത്തം ഹീറ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ടെമ്പറിങ് ഇതിന് കിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഓയിൽ ടെമ്പറിങ് ചെയ്യാൻ കഴിയില്ല. അതാണ് വ്യത്യാസം. അങ്ങനെയുണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതെല്ലാം പറയാനും പറ്റില്ല. അത് നിങ്ങളുടെ ഒരു സീക്രട്ടാണ്. ഫുള്ള് ഇപ്പൊ നിങ്ങൾ ഇതിപ്പോ പറയും ഓയിൽ ടെമ്പറിങ് കാണിക്കാൻ, ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഓയിൽ ടെമ്പറിങ് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ട്രേഡ് സീക്രട്ട് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചാൽ ആരും അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാലക്കാടിൽ ചെയ്യുന്നത് അപൂർവം പേരുള്ളൂ. അതെ അല്ലേ, എല്ലാവർക്കും അത് അറിയില്ല. ഇത് പരമ്പരാഗതമായിട്ട് തലമുറ ചെയ്യുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് വെച്ചാൽ ഓയിൽ ടെമ്പറിങ് ചെയ്ത കത്തി കണ്ടാൽ അറിയാം. ഓയിൽ ടെമ്പറിങ് ചെയ്ത കത്തി കണ്ടാൽ അറിയാം. അതിനൊരു കളർ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇതാണ് ഓയിൽ ടെമ്പറിങ് ചെയ്തതിന്റെ കളറ്, അതിന് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ സാധാ കാണിക്കുന്ന ഇതാണ്ടോ, ഇത് വാട്ടർ ടെമ്പറിലും വെട്ടിത്തരും, അത് വേറെ. ഇതുണ്ടോ, ഇതാണ് കളറ്. ഇതോ മരം വെട്ടുന്നതാ, നാടൻ പണിയാണ്. നാടൻ പണി നമ്മൾ മരം വെട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്.
വാട്ടർ ടെമ്പർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അതിനിപ്പോൾ എത്ര വരും ചേട്ടാ പ്രൈസ്? ഇപ്പോൾ ഇത് 2500 രൂപ വരും. 2500 രൂപ വരും. എത്ര വെയിറ്റ് വരും ഇത്? ഇത് 1,100 വെയിറ്റ്. പിച്ചള ചുറ്റുണ്ട്, എല്ലാ സിറ്റിലും ഈട്ടി പിടിയാണ്, അങ്ങനെ വരും. ഈ പിച്ചള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഈ ചിറ്റിലും പിച്ചള ഇടണമെന്ന് പറയും. ഈ ചിറ്റിലും പിച്ചള ഇട്ട് കഴിഞ്ഞാൽ ഈ മരം വെട്ടുന്ന കൊടുവാള് പിച്ചള താങ്ങില്ല. അതെ, ആ വെയിറ്റ് താങ്ങില്ല. അറിയില്ല, നിറയെ പിച്ചള കയറ്റിയിട്ട് കാണാൻ ഷോ ഉണ്ടാവുള്ളൂ. നമ്മൾ വെട്ടുമ്പോൾ ഈ ചിറ്റ് മടങ്ങും. ഈ നമ്മൾ ഒന്നിന്റെ സ്റ്റീലിന്റെ പൈപ്പില്ലേ, ആ ചിറ്റ് കട്ട് ചെയ്ത് നമ്മൾ ഇതിലിടുന്നത്. ഇത് താങ്ങും. നമ്മുടെ പിച്ചളയ്ക്ക് മയമാണ്. ഇത് ടെമ്പറാണ്, കുറച്ച് സോഫ്റ്റ് ആണ് മറ്റേ പിച്ചള. ഇത് ടെമ്പറാണ്, ഇത് സോഫ്റ്റ് ആണ്. നമ്മുടെ പെണ്ണുങ്ങൾ കുട്ടികളുടെ കയ്യിൽ പിടിക്കുമാര്, പച്ചക്കുട്ടികൾ ചെറിയ കുട്ടികളുടെ കയ്യിൽ പിടിക്കുമാരാണ് പിച്ചള. അതിന് ഈ ചിറ്റിട്ട് കഴിഞ്ഞാൽ വെട്ടുമ്പോൾ ഇത് താങ്ങില്ല, ലോഡ് ഇവിടെ വരിക, പൊട്ടിപ്പോവും. കാണാൻ ചന്തം ഉണ്ടാവും. എനിക്കിപ്പോൾ ഇത് പിച്ചള ചിറ്റിട്ടൊക്കെ ചെയ്ത് വെക്കാം, പക്ഷെ ഈ ഷോ മാത്രമേ ഉള്ളൂ. 1.5 കിലോ വെയിറ്റ് ആണ്. 1.5 കിലോ വെയിറ്റ് വരുന്നത്. ഇതാണ് നമ്മൾ പ്രൊഫഷണലായിട്ട്, അതായത് മരം വെട്ടുകാർക്ക് ചിലപ്പോൾ 1 കിലോ കൊണ്ട് വെട്ടിയാൽ അവർക്ക് ഈ ചിലപ്പോൾ ചിലവർക്ക് 2 കിലോ വെയിറ്റ് ഉള്ളത് വേണം. ഇത് 2 കിലോ വെയിറ്റ് ആണ്. 2 കിലോ വെയിറ്റ് ഉള്ളതാണ്. ഇത് മുളയുടെ കമ്പ് തട്ടാനുള്ളതാണ്. കൂടുതൽ മേടിക്കുന്നത് മുളയുടെ കമ്പ് തട്ടാൻ വേണ്ടിയിട്ടാണ്. മഴുവിന്റെ ഗുണം ചെയ്യും ഇത്. നമ്മൾ മഴുവ് ഉപയോഗിക്കില്ല, അതിന്റെ ഗുണം ചെയ്യുന്നതാണ് ഇത്. ഇത് നമ്മൾക്ക് 1.5 കിലോ വെയിറ്റില്ല. അത് വേണം പറയുന്നവർക്ക് മാത്രമേ ഇത് ചെയ്ത് കൊടുക്കുള്ളൂ. അതായത് അങ്ങനെ മരം വെട്ടുകാർക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കണം. ആവശ്യം 1.5 കിലോ പറഞ്ഞാൽ ചിലവർക്ക് വെട്ടി കുറെ വെട്ടുമ്പോൾ കൈക്കൊരു ഇത് വരും. അതുകൊണ്ട് 1 കിലോന്റെ നമ്മൾ ഈ ലെവലിലാണ് ചെയ്യുന്നത്. 1,100, 1,200 ആ വെയിറ്റിൽ ചെയ്താൽ മതി. ഇതിപ്പോ ചേട്ടന്റെ കയ്യിൽ ഇരിക്കുന്നത് ഓയിൽ ടെമ്പർ ചെയ്തതാണ്. അതെ. എത്രയാണ് അതിന്റെ പ്രൈസ് വരുന്നത്? ഇത് 2,700 രൂപ വരും. 2,700 രൂപ വരും. ഇത് കാട് വീശുന്നതാണ്. നമ്മളെ കാട് വെട്ടി കാട് വീശുന്ന വെച്ചാൽ നമ്മൾക്ക് അത്യാവശ്യം കാടും വീശ, അത്യാവശ്യം ചെറിയ കമ്പുകളും വെട്ടാം. ഒരു ഈ കൈവണ്ണമുള്ളതൊക്കെ അത് വെട്ടാം. അതും കൂടി രണ്ടിനും കൂടി യൂസ് ചെയ്യാനുള്ള നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനെങ്ങനെ വരും ചേട്ടാ പ്രൈസ്? ഇത് 650 രൂപ. 650 രൂപ വരുന്നുള്ളൂ. ഓയിൽ ടെമ്പർ ആണ്. ഓയിൽ ടെമ്പറിംഗ് എല്ലാം ഓയിൽ ടെമ്പറിംഗ് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന മൊത്തം ഓയിൽ ടെമ്പറിംഗ്, എല്ലാം ഓയിൽ ടെമ്പറിംഗ് ചെയ്യുന്നത്. അതായത് അവർക്ക് പിന്നീട് കാച്ചേണ്ടി വരരുത്. അത് കാച്ചും വേണ്ട. ഈ തേക്ക് എന്ന് പറഞ്ഞാൽ പൊടിയിട്ട് ഇതാണ് തേക്ക്. ഈ തേക്കുന്നത് പൊടിയിട്ട് പറഞ്ഞാൽ ചിലർക്കറിയും വെള്ളാരം കല്ലിന്റെ പൊടി. ഇത് വെറുതെ പലയിൽ തേച്ചാലും ഈ സാധനം എന്താ കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഇത്. വെറുതെ പലയിൽ തേച്ചാലും ഈ ഇതാണ് ഇതിന്റെ മൂർച്ച. മനസ്സിലായോ? അത്രയും മൂർച്ചയാണ് ഇതിന്. തേക്കാണ് ഏറ്റവും ബെസ്റ്റ്. തേച്ചെടുക്കുക. ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് മറ്റേ ഉപയോഗിച്ച് കഴിഞ്ഞു, കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റുന്നില്ല. ചിലർ പറയുന്നത് അടിപൊളിയിട്ടാ സൂപ്പർ ഇട്ടാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അവർക്ക് തേക്കാനുള്ളൊരു ഇത് അവർക്ക് അറിയാം. ചില ആൾക്കാർക്ക് അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. ഈ തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നമ്മുടെ വീട്ടിന്റെ ചെങ്കില് മതി. ചെങ്കില് ചരിച്ചു വെച്ച് വെറുതെ തേച്ചാൽ മതി. വെറുതെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തേക്കൊന്നും വേണ്ട. നമ്മൾ ഈ തേക്കുന്നത് ഇങ്ങനെ തേച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മൂർച്ചയില്ലേ നമ്മളെ കയ്യിൽ എവിടെ മുട്ടിയ ബ്ലേഡ് പോലെ കട്ടാവും. അടുത്ത കാടുവെട്ടി എന്ന് പറയുന്നത് എറണാകുളം മോഡലാണ്. അത് എറണാകുളം മോഡൽ. ഇതിന് കനം കമ്മിയാണ്. കണ്ടോ, ഇതിന് വളവ് കണ്ടോ? ഇതിന് കനം കമ്മിയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ് ഇടമില്ല. നല്ലപോലെ എന്ത് കാട് വേണമെങ്കിൽ പടപടാന്ന് പോകും, മിഷ്യൻ പോണ പോലെ പോകും. അതിനാണ് ഈ കനം ബ്ലേഡ് പോലെ ആക്കിയിരിക്കുന്നത്. ആ എറണാകുളം മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഇത് വേണം. അവർക്ക് ഇങ്ങനെ വീശി കഴിഞ്ഞാൽ നല്ല ബ്ലേഡ് പോലെ പോകണം. ഈ സാധനം തേക്കും തോറും ബ്ലേഡ് പോലെയാവും. നമ്മുടെ കയ്യോ കാലിലോ കൊണ്ടുകഴിഞ്ഞാൽ കട്ടാവും. ഇത് ലീഫിലാണ്. ലീഫ് ഓയിൽ ടെമ്പറിംഗ് തന്നെ. ഇതിന്റെ പ്രൈസ് എത്ര വരും? ഇത് നമ്മൾ കയറി വന്നാൽ 650 രൂപ. അതേ റേഞ്ച് തന്നെ വരും. അതേ റേഞ്ച്. പിന്നെ അത് മാത്രമല്ല നമ്മൾ കൊറിയർ ചാർജ് ഞാൻ എടുക്കുന്നില്ല. കൊറിയർ ചാർജ് ഇല്ലാത്ത റേറ്റാണ് ഈ പറയുന്നത്. ഞാൻ കൊറിയർ ചാർജ് എടുക്കുന്നില്ല. അതായത് നിങ്ങൾ ഈ പറഞ്ഞ 650 തന്നെ അയച്ചു കൊടുക്കും. കൊറിയർ ചാർജ് ഞാൻ എടുക്കുന്നില്ല. 750 ഗ്രാം അതാണ് ഇറച്ചി വെട്ടുന്നത്. മീൻ വെട്ടാം. ഷെഫ് നമ്മളെ പാചകക്കാര് ഇറച്ചി വെട്ടുന്നതും നമുക്ക് മീൻ വെട്ടാനും ഒരു വീട്ടിലേക്ക് സാധാ 750 ചേച്ചിമാർക്ക് ഉപയോഗിക്കാനുള്ള വെയിറ്റ് അതിന് കൊടുത്തിരിക്കുന്നത്. ചേച്ചിമാർക്ക് ഉപയോഗിക്കാനുള്ള വെയിറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കടയ്ക്ക് ഉപയോഗിക്കാനല്ല, വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള വെയിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വില എങ്ങനെ വരും ചേട്ടാ? ഇത് 1000 രൂപയുണ്ട്. 1000 വില വരും. ഓയിൽ ടെമ്പറാണ്, ഓയിൽ ടെമ്പറിംഗ് ആണ്, ഈട്ടിപ്പിടിയാണ്, പിച്ചള ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഇത് കാടും വീശ, അത്യാവശ്യമുള്ള നമ്മൾക്ക് ഈ വെയിറ്റുള്ള മരങ്ങളും വെട്ടാം. അതായത് നമ്മുടെ കാലിന്റെ കനവുള്ള മരവും വെട്ടാം, കാടും വീശ. അതാണ് ഈ വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രൈസ് എത്ര വരും? ഇത് 1000 രൂപയുണ്ട്. 1000 വില വരുന്നുണ്ട്. ഓക്കെ. ഇത് നമ്മൾക്ക് കാട് വീശാനും പറ്റുന്നതും മുകളിൽ മരത്തിന്റെ കമ്പുകളില്ലേ, കമ്പൊക്കെ കഴിക്കുന്നതാണ് ഈ സാധനം. ഇറങ്ങാൻ പറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. തിരുവനന്തപുരം ഭാഷ എന്താ പറയുന്നത് നമുക്കറിയില്ല.
കമ്പ് കൊത്താനായിട്ട്. കമ്പ് കൊത്താൻ നമ്മുടെ പാലക്കാട് ഭാഷ പറയുന്നത് അതിന് കമ്പ് കൊത്താനും നമ്മൾക്ക് അത്യാവശ്യം വിറകോ അല്ലെങ്കിൽ എന്താണ് മടലുകളോ എന്ത് വേണമെങ്കിലും പറ്റാം. അതിൻ്റെ വെയിറ്റ് ഇതാണല്ലോ അത്യാവശ്യം കനം കൊടുത്തിട്ടുണ്ട്. ഓയിൽ ടെമ്പറിംഗ് ആണ് കേട്ടോ. അതിന് പ്രൈസ് എങ്ങനെ വരും ചേട്ടാ? ഇത് 1000 രൂപയുള്ളൂ. 1000 രൂപയുള്ളൂ. ഇപ്പോൾ 2 മോഡൽ എൻ്റെ കയ്യിലുള്ളൂ. ഇത് പാലാ മോഡലാണ്. കോട്ടയം പാലാ മോഡൽ. ഇതിൽ വേറെയും ഡിസൈൻ ഉണ്ട്. അത് ഓരോരുത്തരും അയച്ചതിനയച്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഈ 2 മോഡലുള്ളൂ. പാലാ മോഡലാണ് ഇത്. പലരും പല മോഡലും കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അവർ അയക്കുന്നതാണ് ഏറ്റവും നല്ല മോഡൽ. അതിന് എത്ര വരും പ്രൈസ്? ഇപ്പോൾ ചേട്ടൻ്റെ കയ്യിരിക്കുന്ന പാല ഇത് 1000 രൂപ. 1000 രൂപ തന്നെയാണ്. ഏലമില്ല, ഏലം. ഏലം കവാത്ത്. ഏലം കവാത്താണ് ഈ സാധനം. ഏലം കവാത്ത് ഇതൊരു മോഡലുണ്ട്. ആണുങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഞാൻ ഒന്നും ചെയ്തിട്ടുള്ളൂ. സ്ത്രീകൾ ചെയ്യുന്ന ഇത്തിരി കൂടി വെയിറ്റ് കമ്മിയാക്കണം. ഇത് ഇനി കുറയ്ക്കണം. ഇത് ഇത്തിരി കുറയ്ക്കണം. അത് വെച്ചാൽ ഇത് ഇപ്പോൾ ആണുങ്ങൾക്ക് ചെയ്യാവുന്ന വെയിറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തോട്ടങ്ങൾക്ക് എത്ര പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെയിറ്റിൽ വേണം പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഡിസൈനിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കും. ഏലം തോട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര എണ്ണം വേണം ചെയ്ത് കൊടുക്കും? എത്ര വേണം ചെയ്ത് കൊടുക്കാം, നമ്മൾ അയച്ചു കൊടുക്കും. അതിന്റെ പ്രൈസ് അത് വെയിറ്റ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് അതിനനുസരിച്ച് വെയിറ്റും അതിനനുസരിച്ച് വിലയും വരും കേട്ടോ. വിലയും വരും അല്ലേ? അതിനനുസരിച്ച് ആ ഡിസൈൻ അനുസരിച്ച് വില വരും. ഇപ്പൊ ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കുന്നതിന് വെയിറ്റ് എത്ര വരും? ഇത് നമ്മൾ ഇത് 700 ഗ്രാമുള്ളൂ. 700 ഗ്രാം. 600 ഗ്രാമുള്ളൂ. 600 ഗ്രാം. പ്രൈസ് എങ്ങനെ വരും? ഇത് 1000 രൂപ മേടിക്കും. 1000 രൂപ വരും. പിന്നെ നമ്മൾ തോട്ടങ്ങൾക്ക് നമ്മൾ ഒരുപാട് ഓർഡർ തരുന്നവർക്ക് കമ്മിയാക്കും കേട്ടോ, പൈസ കമ്മിയാക്കും. അതായത് ഒത്തിരി ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി കുറച്ച് കൊടുക്കാം. ഒരു പീസൊക്കെ 2 പീസൊക്കെ ആകുമ്പോഴാണ് ഈ വില വരുന്നത്. ചേട്ടാ ഈ പറയണതിനെല്ലാം കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത്. കൊറിയർ ചാർജ് ഞാൻ എടുക്കുന്നില്ല. കൊറിയർ ചാർജ് എടുക്കാതെയാണ് കൊറിയർ ചാർജ് ഞാൻ എടുക്കുന്നില്ല. ഓർഡർ കിട്ടണം, അതാണ് നമുക്കുള്ള ലക്ഷ്യം. അതായത് നമ്മളിപ്പോ ഒരു തൊഴിലായിട്ടിരിക്കുകയാണ്, അത് നമുക്ക് ജോലി കിട്ടണം. അതെ, അതായത് 10 രൂപ കമ്മിയാണെങ്കിലും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മളിത് വലിയൊരു ബിസിനസ് ആയിട്ടോ അങ്ങനെ നടത്തുന്ന ആൾക്കാരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഷീനറി എടുത്തിട്ട് ലോൺ എടുത്തിട്ടായിരുന്നാലും ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും തലമുറയായിട്ട് നമുക്കിത് കൈത്തൊഴിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതെ, നമുക്ക് തൊഴിൽ കിട്ടണം. സ്വയം ഡെയിലി തൊഴിൽ കിട്ടണം. നമുക്ക് ഇതൊന്ന് വരുമാനത്തിൽ ഞാൻ ജീവിക്കുന്നത്. അതെ നമുക്ക് നമ്മുടെ ആ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നമുക്ക് ഡെയിലി തൊഴിൽ കിട്ടണം. അടുത്ത ആൾക്ക് അത് പണിയാൻ കൊടുക്കുമ്പോൾ അയാൾക്കൊരു കൂലി കാശ് കിട്ടണം. അല്ല, ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ലാഭം എടുത്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനിടയിൽ കൊട്ടാരം വെച്ചിട്ട് നമ്മൾ മാറിയാണ് ഇതിൽ നിന്ന് മാറിയാണ് അല്ലേ? ഈ ചൂടത്ത് നിന്ന് മാറിയാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ ഒരു 10-11 മണി വരെയൊക്കെ ഈ നമുക്ക് ചൂടിലിരിക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ പിടിയിടലോ അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് എന്താണ് വേറെ എന്തെങ്കിലും പണി ചെയ്യാനേ പറ്റുള്ളൂ. അത് ചോട്ടിലിരുന്ന് പണിയാൻ കഴിയില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ കത്തികൾ? ഇതിനു മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടോ? കുഴപ്പമില്ല, നല്ല. ഇതിനു മുന്നേ വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ കത്തി എടുക്കാനായിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടെ ഈ വെള്ളപ്പം കത്തികൾ? കുഴപ്പമില്ല, നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. ചേട്ടൻ്റെ പേര്? ഷെരീഫ്. എവിടെന്നാ വരുന്നത് സ്ഥലം? ഇവിടെ നമ്മൾ പുന്നപ്പാടം തന്നെയാണ്. ഇവിടെ കത്തിയുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ കുഴപ്പമില്ല, നല്ല ഉപയോഗിച്ചിട്ടുള്ളതല്ലേ? ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ നല്ല കത്തികളാണ്. നല്ല 5 സെന്റിമീറ്റർ കത്തി വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. 5 സെന്റിമീറ്റർ കത്തി വരെ ചെയ്തു കൊടുക്കണം. ഇത് കൊറിയയിൽ അയച്ചും കൊടുക്കുന്നതാണ്. ഈ 5 സെന്റിമീറ്റർ കത്തി, അതായത് ഏറ്റവും ചെറിയ മടക്ക് കത്തി. ഈ മടക്കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്കുക. അതെ, കീ ചെയിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഈ ലോകത്ത് ആരും ചെയ്യില്ല, പാലക്കാട് ജില്ലയിൽ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ പ്രൈസ് എത്രയാണ് ഏട്ടാ വരുന്നത്? ഇതിന്റെ പ്രൈസ് 100 രൂപ. 100 രൂപ മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. വെറും 100 രൂപ. വെറും 100 രൂപ മാത്രം. നമ്മൾ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് 100 രൂപയ്ക്ക് തന്നെ കൊറിയർ ചെയ്ത് കൊടുക്കും. കൊറിയർ ചാർജ് ഇല്ലാതെ തന്നെ ഞാൻ ഇത് അയച്ചു കൊടുക്കണം. അതെ, ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരം വലിച്ചിടാനോ തേങ്ങ പറിക്കാനോ അടയ്ക്ക പറിക്കാനുള്ളത് അങ്ങനെ ഏത് മോഡൽ വേണമെങ്കിലും ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമ്മത് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ തോട്ടി പിടിപ്പിക്കുന്നതാണെങ്കിൽ ഇതാ ഈ ഡിസൈനിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. തോട്ടിയിൽ ചെയ്തു അത് ടൈറ്റ് ചെയ്യാനുള്ളത്. ഇതിൽ തോട്ടി പൈപ്പ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ആവശ്യം കഴിഞ്ഞാൽ മാറ്റി വെക്കാനും കഴിയും. നമുക്ക് അരിവാൾ ഇതുണ്ട്, പിന്നെ കൊത്തരിവാളുണ്ട്. ഇത് കൊത്തരിവാളാണ്. ഇത് കൊത്തരി, പണ്ടത്തെ കൊത്തരിവാള് പുല്ലരിയാനും. അത് പുറത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നില്ല, പാലക്കാട് ജില്ലയിൽ മാത്രമേ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നുള്ളൂ. പുറത്താരും ചോദിക്കുന്നില്ല. പുറത്ത് ചോദിക്കുന്നതൊക്കെ ഇതൊക്കെയാണ്, ഈ ഐറ്റങ്ങളൊക്കെയാണ്. പുല്ലരിയാനും വീശാനൊക്കെ അങ്ങനെ ഉപയോഗിക്കും. ഇവിടെ ഇരിക്കുന്ന പോലത്തെ പല വെറൈറ്റി മോഡൽസ് ഉണ്ട്. ഇതിൽ നോക്കിക്കോളൂ. ഇതൊക്കെ വാട്ടർ ടെമ്പറിംഗ് ആണ് കേട്ടോ. മോള് മുഴുവൻ വാട്ടർ ടെമ്പറിംഗ് ആണ്, ഇത് മുഴുവൻ ഓയിൽ ടെമ്പറിംഗ് ആണ്. അതിന്റെ വ്യത്യാസം വേറെ അറിയാം. ഇത് വീട്ടിലേക്ക് ഉപയോഗമായിട്ടുള്ള ഇറച്ചി കത്തികളാണ്. അതുവെച്ചാൽ നമ്മൾ ഓയിൽ ടെമ്പറിംഗ് ചെയ്തിരിക്കുന്നത്. ഇത് യെല്ലോ ഇറച്ചിയോ എന്ത് വേണമെങ്കിലും വെട്ടാം. ഇതിന്റെ വായു തലയ്ക്ക് ഒരു കുഴപ്പം വരില്ല. അങ്ങനെയുള്ള വ്യത്യസ്തമായ കത്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതാ, അങ്ങനത്തെ വ്യത്യസ്തമായ കത്തികളാണ് എല്ലാം അരത്തിലാണ്. അത് ഇത് അതുണ്ടോ ഫയലിൽ വെച്ചാൽ ഈ വർക്ക്ഷോപ്പിലെ അരവുണ്ട്. വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന അരവാണത് ഏറ്റവും കൂടുതൽ.
നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന കത്തിക്കൊക്കെ എത്ര വരും പ്രൈസ്? ഇത് 1000 രൂപ വരുന്നുണ്ട്. 1000 രൂപ വരും. 1000 രൂപ റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എങ്ങനെ കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വില ശരിക്കും ഇതാണ് ഇതിന്റെ വില. 1000 രൂപ വില. പക്ഷെ നമ്മൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് കത്തി വാങ്ങാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് എല്ലാവരും ചോദിച്ച് വാങ്ങുന്നുണ്ട്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുന്നതിനൊക്കെ ഞാൻ സാധാപ്പെട്ട ഒരാളാണ്. അപ്പോൾ സാധാപ്പെട്ട ആൾക്കാർ മറ്റുള്ള വരുമ്പോൾ ഞാൻ പറയുന്ന വിലയല്ല അവർ തരുന്നത്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റ്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലോട്ട് വീണ്ടും കയറി വരുന്നത്. ഞാൻ അങ്ങനെ. ചേട്ടൻ ഇപ്പോൾ കുട്ടികൾ എത്ര പേരുണ്ട്? എനിക്ക് 3 പേരുണ്ട്. 3 പേരുണ്ട്. മൂത്ത മോനാണ്, അവന് 24 വയസ്സായി. 24 വയസ്സായി. ആളാണ് ഇവിടെ ഇരുന്നത് അല്ലേ? അവിടെ ഇരിക്കുന്നത്. ആള് വയ്യാത്തൊരു കുട്ടിയാണ്. വയ്യാത്തൊരു കുട്ടിയാണ്. പിന്നെ രണ്ടാമത്തെ മോളാണ്, അവള് ഡിഗ്രി പഠിച്ച് PSC പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകൻ 10-15 വയസ്സായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അതായത് ഈ കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ മാക്സിമം നമ്മളെ ചാനൽ വഴി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ അവരെ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നല്ല പേരാ. നിങ്ങളുടെ ചാനൽ പേരാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം, ഞങ്ങൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാധനം നമുക്ക് പുറം രാജ്യത്തിൽ കൊടുത്തിട്ടുള്ളൊരു പേര്. ആ പേര് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അതായത് തിരുവനന്തപുരത്ത് നമ്മൾ ഇത്രയും ദൂരം വരുന്നത് നമ്മളടുത്ത് പറയും. ഒരു വീഡിയോ കത്തിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ തന്നെ പറയും അവിടെ അങ്ങനെ ഒരു കത്തിയുണ്ട്, അതുകൂടി ഒന്ന് ചെയ്യാവോ എന്ന് ചോദിക്കും. അത് തിരക്കി പിടിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. പക്ഷെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യാണ്, പൈസ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നു, ഓരോരുത്തർ വരുന്നത് ഒരുപാട് ലോങ് എന്നാണ് നമ്മുടെ ഒരു കത്തി എടുക്കാൻ വേണ്ടി ഒരുപാട് ലോങ് എന്നാണ് ഇവിടെ വണ്ടിയും കൊണ്ട് വരുന്നത്. അവർ ഇത്രയും എണ്ണ ചാർജും കളഞ്ഞ് നമ്മുടെ നിന്ന് വന്ന് ഈ കത്തി എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം കണ്ടുകൊണ്ടല്ലേ. നിങ്ങളിപ്പോൾ തിരുവനന്തപുരം നമ്മൾക്ക് വേണ്ടി ഒരു ഇത് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു നാടൻ പണി നിങ്ങൾക്കൊന്ന് പുറം രാജ്യത്തിൽ കാണിക്കുക. എനിക്ക് അതുകൊണ്ട് ജീവിത മാർഗം ഇതാണ്. അറിയാന്നുള്ളവർക്ക് അതറിയാം. അങ്ങനെയുള്ളവർ നിങ്ങളെയും സഹായിക്കും, നമ്മളെയും സഹായിക്കും. അങ്ങനെയാണ് പോകുന്നത്. ഇത് വീട്ടമ്മമാർക്കുള്ളതാണ്. നമ്മളെ ഏറ്റവും ചെറിയൊരു അരം അതിൽ ചെയ്യുന്നതാണ് ഇത്. ഇതിന് എത്ര വരും? മൂർച്ച പോവില്ല. ഇത് വെറും സിമ്പിൾ പൈസയേ ഉള്ളൂ. 200 രൂപ വരുന്നു. 200 രൂപയാണ് വരുന്നത്. നമുക്ക് തേച്ചെടുത്ത് ഉപയോഗിക്കാം. എത്ര വർഷം വേണം? തേക്കും തോറും ബ്ലേഡ് മാതിരിയാണ് ഇതിന്റെ ഉപയോഗം. അത് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എനിക്ക് ചേച്ചിമാരും വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പേടിക്കുന്നത് ഇതാണ്. ഇനി അഥവാ ക്വാളിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബ്ലേഡോ ആ സാധനം ഞങ്ങൾ ഉപയോഗിക്കില്ല. ഇല്ല. പിന്നെ ഫസ്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ. ടെമ്പർ ഉള്ളതുണ്ട്. കണ്ടോ ഇത്? കണ്ടോ ഇത് ടെമ്പർ ഉള്ളതാണ്. ഇത് ആയിരത്തിലാണല്ലേ? അല്ല ഇത് വാളാണ്. വാളിന് ടെമ്പർ ഉള്ള വാളാണ്. ഇത് ഈ കാണിക്കുന്നത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. എല്ലാം 50 രൂപയുടെ സാധനം വരെ ഞാൻ അയച്ചു കൊടുക്കും. ഈ കത്തിക്ക് എത്ര വരും പ്രൈസ്? ഈ സാധനം 150 രൂപ വരുന്നുണ്ട്. 150 രൂപ വരും. ഓക്കെ. ഇത് 180 രൂപ വരും. 180 വരും വീതിയുള്ളത്. ഓക്കെ ഏട്ടാ. അതിന് നമ്മളൊന്നും കൊറിയർ ചാർജ് എടുക്കണില്ല. കൊറിയർ ചാർജ് ഇല്ലാതെയാണ് ഈ 50 രൂപയുടെ സാധനം പോലും നമ്മൾ വീട്ടിലാവശ്യത്തിന് അയച്ചു കൊടുക്കും. അപ്പോൾ നമ്മളോട് ഒരു കത്തി മേടിച്ചിട്ട് ആ കത്തിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് വേറെ ആയിക്ക് ഓർഡർ തരിക. അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. നമ്മളൊരു പരസ്യം കൂടിയാവുക. ഒരു പരസ്യം ഏതാണ് ഞാൻ നോക്കുന്നത്. ഇത് അരസിന്റെ കത്തിയാണ്. ഇത് 300 രൂപ റേറ്റ് വരും. 300 രൂപ. ഇത് ഏറ്റവും ചെറുതാട്ടോ. നമുക്ക് ഇത് അതിന്റെ എന്തിനു ഉപയോഗം വരും? പച്ചക്കറി അരിയാനും? ഇത് പച്ചക്കറി അരിയാനും ഇറച്ചിയിലൊക്കെ മുട്ടിയാൽ മതി. എല്ല് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇറച്ചിയും മീനും കട്ട് ചെയ്യാം. ഇത് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന മോഡൽ ഡിസൈനാണ്. ചൈന ഷെഫ് കത്തി അല്ലേ? ചൈന മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഇറച്ചിയോ എന്ത് വേണേലും വെട്ടാം. എല്ലാം എങ്ങനെ വെട്ടിയാലും ഇതിന്റെ പ്രശ്നമില്ല. ലീഫിലാണ്. ഓയിൽ ടെമ്പറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് 1500 രൂപ റേറ്റ് വരും. 1300 രൂപ ലാസ്റ്റ് നമ്മൾ കൊടുക്കും. 1300 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും. തലവെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ളത് വിറകോ മരവോ എന്ത് വേണമെങ്കിലും വെട്ടാം. എറണാകുളം മോഡൽ തലവെട്ടി. പല സൈസിലുണ്ട്, പല ഇതിലുണ്ട്. അതുപോലെ കാട് വീശുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും പല സൈസും പല മോഡലുണ്ട്. ഇനി മോഡൽ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 50-60 മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ വിളിക്കുകയാണെങ്കിലോ പറയാലോ, അവർ ഫോട്ടോസ് അയച്ചു കൊടുക്കാം. അത് എവിടേക്ക് വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും.